അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി 6-ാമത്തെ ആയത്ത് മുതൽക്ക് 14-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങൾ അത് ഓതിയിട്ടാണ് പിന്നീട് ജബ്ബാർ ചില സംഗതികൾ പറയുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ്. നിൻ്റെ നാഥൻ ആദിനെ, അതായത് ആജാനുബാഹുക്കളായിട്ടുള്ള ഇറം ഗോത്രത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. അവരെപ്പോലെ ഒരു സമൂഹത്തെ നാടുകളായ നാടുകളിലൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ്. അതുപോലെ താഴ്വരകളിൽ പാറകൾ തുരന്ന് ഭവനങ്ങൾ നിർമ്മിച്ചിരുന്ന സമൂദ് കുടുംബത്തെയും നിൻ്റെ നാഥൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഫിർഔന ദിൽ ഔത്താദ്. അതുപോലെ തന്നെ ഔത്താദ് എന്ന് പറഞ്ഞാൽ ആണികൾ ഉടയ ഫിർഔനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലദീന തഗൗ ഫിൽ ബിലാദ്. നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഈ ആദ് ആവട്ടെ, സമൂദ് ആവട്ടെ, ഫറോവയാവട്ടെ, ഇവരൊക്കെ നാടുകളിൽ അവരവർ വസിച്ചിരുന്ന നാടുകളിൽ അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ്. എന്നിട്ട് അവർ അവിടെയൊക്കെ ഫസാദ്, നാശം വർദ്ധിപ്പിച്ചു, നാശം വിതച്ചു. ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. അത് കാരണമായി നിൻ്റെ നാഥൻ അവർക്ക് മേൽ ശിക്ഷയുടെ ചമ്മട്ടി വർഷിച്ചു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നിശ്ചയം നിൻ്റെ നാഥൻ മിർസാദ്, നിരീക്ഷണത്തിലാണ്. ഇതാണ് ഈ ആയത്തുകളുടെ നേർക്കുനേരുള്ള അർത്ഥം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ജബ്ബാർ പറയുന്നത് അറേബ്യയിൽ പ്രചരിച്ചിരുന്ന കുറേ കെട്ടുകഥകളാണിത്. ഈ കെട്ടുകഥകൾ മുഹമ്മദും കേട്ടിരുന്നു. എന്നിട്ട് ആ കെട്ടുകഥയെ അനുസ്മരിച്ചു കൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയണതെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് കെട്ടുകഥയായിരുന്നുവോ അതോ വസ്തുതയായിരുന്നുവോ? ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ജബ്ബാറിൻ്റെ ഈ കുബുദ്ധി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം അറേബ്യൻ ചരിത്രത്തിൽ അറബികളെ 3ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് അറബ് ബായിദ, കുറ്റിയേറ്റുപോയ അറബികൾ എന്നുള്ളതാണ്. മറ്റൊന്ന് അറബ് മുസ്താരിബയാണ്, അറബി വൽകൃത അറബികളാണ്. അവർ അടിസ്ഥാനപരമായി അറബികളായിരുന്നില്ല, അവർ അവിടെ വന്ന് അറബി വൽകൃതരായിട്ടുള്ളവരാണ്. മൂന്നാമത്തേത് പക്ക അറബികളാണ്. ഈ കുറ്റിയേറ്റുപോയ അറബികളുടെ കൂട്ടത്തിലാണ് ആദ് സമൂദ് പോലുള്ള കുറേ ഗോത്രങ്ങളെ എണ്ണിയിട്ടുണ്ട്. അറബി ചരിത്രത്തിലുള്ളതാണിത്. അറബി ചരിത്രത്തെ പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രം മാത്രമല്ല അറബി ചരിത്രം എന്നുള്ളത്. ഇസ്ലാമിൻ്റെ മുമ്പ് ഉണ്ടായിരുന്ന അറബികളുടെ ചരിത്രവും കൂടിയതാണ് അറബി ചരിത്രം എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രം എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി വന്നതിന് ശേഷമുള്ള ചരിത്രമേ ഇസ്ലാമിക ചരിത്രത്തിൽ പെടുള്ളൂ. അപ്പോൾ അറബി ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നതാണ് ആദ് സമൂദിനെ സംബന്ധിച്ചുള്ള പരാമർശം. പിന്നെ ഫറോവയെ സംബന്ധിച്ച് ഫിർഔൻ എന്ന് പറയുന്നത് ജബ്ബാർ പറഞ്ഞത് മുഹമ്മദ് കണ്ടിരുന്നത് ഫിർഔൻ പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. യഥാർത്ഥത്തിൽ അത് അവിടെ ഈജിപ്ത് ഭരിച്ചിരുന്ന രാജകുടുംബത്തിൻ്റെ കുടുംബ നാമമാണ്. ഇവിടെ ഖുർആൻ ഒരിക്കലും ഫിർഔൻ എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയായിരുന്നു എന്നോ അല്ലെങ്കിൽ കുടുംബ പേരാണെന്നൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം ഖുർആൻ അത്തരം വശങ്ങളിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്, ഈ ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളതിലേക്കാണ്. അപ്പോൾ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവമാർ അവിടെ എന്താണ് ചെയ്തിരുന്നത്? യഥാർത്ഥത്തിൽ ഈ ഫറോവമാരെന്നുള്ളതല്ല, ലോകത്ത് ഭരണം നടത്തിയിട്ടുള്ള രാജാക്കന്മാർ മഹാഭൂരിപക്ഷവും
ചെയ്തു പോന്നിട്ടുള്ള അനീതികൾ, അക്രമങ്ങൾ, അതുപോലെ തന്നെ അടിച്ചമർത്തലുകൾ, മർദ്ദനമുറകൾ, ഇതിനെ സംബന്ധിച്ചൊന്നും ജബ്ബാറിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. മൂപ്പർക്ക് ഖുർആൻ എങ്ങനെങ്കിലും എതിർത്ത് കിട്ടണം, അത് നിസ്സാരമാണ്, ഒന്നിനും കൊള്ളരുതാത്തതാണ് എന്ന് സ്ഥാപിച്ച് കിട്ടണം എന്നുള്ള. അതുകൊണ്ട് അത് അവിടേക്ക് വരുമ്പോൾ പിന്നെ മൂപ്പർക്ക് ചരിത്രബോധം എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. ഖുർആൻ വിമർശിക്കുന്നിടത്ത് എത്തുമ്പോൾ പിന്നെ അറബി ചരിത്രത്തിൽ പിന്നെ അയാൾക്ക് വേണ്ടത് മാത്രം പെറുക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ജബ്ബാറിൻ്റെ മാത്രം സ്വഭാവമല്ല, ഇവരുടെ ഒക്കെ സ്വഭാവം അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫറോവ ഈജിപ്തിൽ ഫറോവമാർ ഈജിപ്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളും മറ്റുമൊന്നും ജബ്ബാറിൻ്റെ തലയിലേക്ക് പോവാത്തത്. ഇപ്പോൾ ഈജിപ്തിൽ നമ്മൾ കാണുന്ന പിരമിഡുകൾ ഇത് ആരുണ്ടാക്കിയതാണ്? രാജാക്കന്മാരിറങ്ങിയായിട്ടുണ്ടാക്കിയതല്ലല്ലോ. രാജാക്കന്മാർ അവിടുത്തെ അടിമവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തെ, നാട്ടിലെ സാധാരണ ജനങ്ങളെ മർദ്ദിച്ചൊതുക്കിയും അവരെ പട്ടിണിക്കിട്ടും ഭേദ്യം ചെയ്തുമൊക്കെ അവരെ കൊണ്ട് നിർബന്ധിച്ച് പണിയിച്ചിട്ടാണ് പിന്നെ പിരമിഡ് പോലുള്ള പിന്നെ ഈ ലോകാത്ഭുതങ്ങളിൽ എണ്ണിയിട്ടുള്ള ഇത്തരം സംഗതികളുണ്ടാകുന്നത്. ഇതൊരു ഈജിപ്തിൻ്റെ മാത്രം സംഗതിയല്ല. അപ്പോൾ അവർ നാട്ടിൽ പിന്നെ ഫസാദ്, നാശം വിതച്ചു എന്ന് പറയുന്നത് ഏതൊക്കെ അർത്ഥത്തിലാണ്? കേവലം ഷിർക്ക്, കുഫർ, അള്ളാഹുവിനെ നിഷേധിക്കുക അല്ലെങ്കിൽ പ്രവാചകന്മാരെ തള്ളിപ്പറയുക എന്നുള്ളത് മാത്രമല്ല. ഇവരൊക്കെ ആ നാടുകളിൽ ഒരു ഭാഗത്ത് പ്രവാചകന്മാരെ തള്ളിപ്പറയുമ്പോൾ അവർ പ്രവാചകന്മാർ വരുന്നതിൻ്റെ മുമ്പ് തന്നെ പിന്നെ ആരംഭിക്കുകയും സമൂഹവൽക്കരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ നാശം വിതക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ അവർ സമൂഹത്തിൽ കൊടിയ മർദ്ദനങ്ങളും പീഡനങ്ങളും ഒക്കെ പിന്നെ അഴിച്ചുവിടുകയും സമൂഹത്തെ തങ്ങളുടെ അടിമകളാക്കി മാറ്റുകയും ചെയ്ത, അതുപോലെ സാമ്പത്തിക രംഗത്താവട്ടെ, ധാർമ്മിക രംഗത്താവട്ടെ, ലൈംഗിക മേഖലയിലാവട്ടെ, ഇവിടെയൊക്കെ ഇവർ വരുത്തി വച്ചിട്ടുള്ള ഈ പിന്നെ നാശം, കുഴപ്പം, ഇതൊക്കെ അരങ്ങ് തകർക്കുമ്പോൾ അവിടേക്കാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ വരുന്നത്. അല്ലാതെ പ്രവാചകന്മാർ വന്നതിന് ശേഷം അവിടെ അത് പിന്നെ പ്രചരിക്കുകയല്ല ചെയ്തത്. ഇതൊക്കെ എവിടെയൊക്കെ കൊടികുത്തി വാണിരുന്നുവോ അവിടേക്ക് അതിൽ നിന്നൊക്കെ ഈ സമൂഹത്തെ മുക്തരാക്കി എടുത്തിട്ട് നന്മയുടെ സന്മാർഗത്തിൻ്റെ പിന്നെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. അപ്പോൾ ആ പ്രവാചകന്മാരെ പോലും അവർ തള്ളിപ്പറയുകയും ധിക്കാരത്തിലേക്ക് പിന്നെയും കൂപ്പുകുത്തുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു ഇത്തരം ആളുകളെ നശിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഈ ചരിത്രങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ബൈബിളിൽ ഒരുപാട് കഥകൾ എന്ന് പറഞ്ഞാൽ ചരിത്രമാണ് പലതും. ഈ ചരിത്രങ്ങളെ തള്ളിപ്പറയാന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ചരിത്രബോധമില്ലായ്മ കൊണ്ടാണ്. ചരിത്രം എന്ന പേരിൽ ചിലപ്പോൾ കെട്ടുകഥകളുണ്ടാവാം. എല്ലാ ചരിത്രവും കെട്ടുകഥകളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ട് എല്ലാം തള്ളിക്കളയാന്നുള്ളതാണ് അവിവേകമെന്നോ അല്ലെങ്കിൽ ചരിത്രബോധമില്ലായ്മ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഇവിടെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആദ് പിന്നെ സംബന്ധിച്ചുള്ള പരാമർശം, സമൂദിനെ സംബന്ധിച്ചുള്ള പരാമർശം, ഫറോവമാരെ സംബന്ധിച്ചുള്ള പരാമർശം, ഇതൊക്കെ അറേബ്യയിലെ ആളുകൾക്ക്, ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന മക്കയിലെ ആളുകൾക്ക് പോലും ഏറെക്കുറെ അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കേട്ടുകേൾവിയുള്ള, അവിടെ ഗ്രന്ഥങ്ങളൊന്നും ഇല്ലായിരുന്നുള്ളത് ശരിയാണ്. ഗ്രന്ഥങ്ങൾ മാത്രമല്ലല്ലോ അറിവിൻ്റെ പിന്നെ സ്രോതസ്സ് എന്ന് പറയുന്നത്. വാങ്മയ വിവരം എന്ന് പറഞ്ഞ ചില സംഗതികളുണ്ട്. ആളുകൾ തലമുറകളായി കൈമാറി വരുന്ന കാര്യങ്ങളാണത്. ആ വാങ്മയ സംഗതികളിൽ പോലും വസ്തുതകളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ പോലും ഇത്തരം വാങ്മയങ്ങളാണ് പലപ്പോഴും നമ്മളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതെന്നുള്ളതാണ് വസ്തുത. അതിനെ തീർത്ത് തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു ചരിത്രത്തെയും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ചരിത്രത്തിൻ്റെ സംഗതിയാണെങ്കിൽ ഇവിടെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് അള്ളാഹു പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു ഗ്രന്ഥമാണ്. അപ്പോൾ അള്ളാഹുവിന് ഈ സംഗതികളെ സംബന്ധിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്ന സംഗതിയാണ് അള്ളാഹു മുഹമ്മദ് നബിയിലൂടെ ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. അത് ജബ്ബാറിനെ പോലെയുള്ള അല്ലെങ്കിൽ യുക്തിവാദികൾക്ക് അള്ളാഹുവിനെ അംഗീകരിക്കാൻ കഴിയില്ല, ദൈവനിഷേധികളാണ് എന്നതുകൊണ്ട് വസ്തുത ഇല്ലാതായി തീരുന്നില്ല. അവർക്കൊക്കെ നിഷേധിക്കാം, അത് മറ്റൊരു സംഗതി, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ ഒരു നിഷേധി
വസ്തുതയെ നിഷേധിച്ചതുകൊണ്ട് ആ വസ്തുത അല്ലാതാവില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുപോലെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. രണ്ടു കൂട്ടർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് രണ്ടു കൂട്ടർക്കും ചെയ്യാവുന്നതാണ്. മറ്റൊരു സംഗതിയെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിലയിരുത്തുമ്പോൾ നിരൂപണം നടത്തുമ്പോൾ അതിലൊരു സത്യസന്ധത പുലർത്തേണ്ടതുണ്ട്. അത് ഇത്തരം യുക്തിരഹിതരായിട്ടുള്ള യുക്തിവാദികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്നതാണ് വസ്തുത. അവിടെയാണ് ജബ്ബാറിനെ പോലുള്ള ആളുകൾ ഇറം ആദ് സമൂദ് ഫറോവ അങ്ങനെയുള്ള ആളുകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അതൊക്കെ കെട്ടുകഥകളാണെന്നും അറേബ്യയിൽ പ്രചരിച്ചിരുന്ന കെട്ടുകഥകൾ അത് ഖുർആൻ എന്നുള്ള പേരിൽ മുഹമ്മദ് സ്വന്തം ഇതിൽ രേഖപ്പെടുത്താണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ജബ്ബാർ തട്ടിവിടുമ്പോൾ ജബ്ബാറിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന സംഗതി അതേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ട് മാത്രം ഇതിൻ്റെ വസ്തുതയെ നിരാകരിക്കാൻ കഴിയില്ല. കാരണം ജബ്ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നാലും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു അല്പബുദ്ധിയായിട്ടുള്ള അല്പജ്ഞാനിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതുതായിട്ടൊന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. ഖുർആനിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാനുള്ള കഴിവും അയാൾക്കില്ല. ഭാഷാപരമായ കഴിവുമില്ല, ചിന്താപരമായിട്ടുള്ള കഴിവുമില്ല. രണ്ടും ഇല്ലാത്തൊരു മനുഷ്യനാണ് ജബ്ബാർ. എന്നിട്ട് ആ ജബ്ബാറാണ് വിശുദ്ധ ഖുർആനിനെ ഈ രീതിയിൽ അള്ളാഹു പറഞ്ഞൊരു സംഗതി, സർവജ്ഞനായിട്ടുള്ള ദൈവം പറയുന്നതാണോ അള്ളാഹു പറയുന്നതാണോ ഇവിടെ സ്വീകാര്യമാവുക, അതോ അല്പജ്ഞനായിട്ടുള്ള ജബ്ബാറിനെ പോലുള്ള ആളുകൾ പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിയും വിവേകമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സർവജ്ഞനായിട്ടുള്ള അള്ളാഹു പറയുന്നതാണ് സ്വീകാര്യം എന്നാണ് വരിക. പക്ഷേ അതിനെ തള്ളി പറയാനുള്ള സ്വാതന്ത്ര്യം ജബ്ബാറിനുണ്ട്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. പക്ഷെ അതുകൊണ്ട് ജബ്ബാർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് ജബ്ബാർ വിശ്വസിച്ചു പോകരുത്, മനസ്സിലാക്കരുത് ജബ്ബാറിനെ അനുകൂലിക്കുന്ന ആളുകളും എന്ന് നമ്മൾക്ക് പറയാനുള്ളത്. അപ്പോൾ വസ്തുതകളായിട്ട് വിലയിരുത്താവുന്നതാണ് ബുദ്ധിയും വിവേകവും യുക്തിയും ഒക്കെ മനുഷ്യനോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ആവശ്യം നിരാകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം യുക്തിവാദികളുടെ രീതി. അതുകൊണ്ടാണ് ജബ്ബാർ ഇതിനെയൊക്കെ കെട്ടുകഥകളായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇതിൽ ഖുർആനിലൊന്നുമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പല്ലവി ഉടനീളം ജബ്ബാർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത.